ഞങ്ങളുടെ ക്യാരവാൻ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാരവാൻ. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാരവാനാണ്. അതുപോലെ ഇതിനകത്ത് സൈക്കിൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനാണ് ട്രിപ്പ് പോകുന്നത്. ഒരു കാറിൻ്റെ പുറകിൽ കെട്ടിപിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. ഞങ്ങൾ നേരെ ക്യാമ്പിങ്ങിലേക്കാണ് പോണത്. ഇപ്പോൾ പകുതി ദൂരം എത്തി. പിന്നെ ഒരു 4.5 മണിക്കൂറും കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്യാമ്പിങ്ങിലെത്തും. പിന്നെ ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു വില്ലേജ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൃഷി സ്ഥലങ്ങളും. ക്യാരവാൻ ഇടാനുള്ള പാർക്കിങ്ങിലൊക്കെ വണ്ടി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ട്രക്ക് പാർക്ക് ചെയ്യാനടുത്താണ് ഇട്ടേക്കുന്നത്. കാരണം ക്യാരവാന് കൂടുതൽ സ്ഥലം വേണമല്ലോ. അത് കാരണം ഞങ്ങൾ ട്രക്ക് പാർക്ക് ചെയ്യാനടുത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെ ഫ്രാൻസിൽ ഓട്ടോ റൂട്ടിൽ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ പെട്രോൾ അടിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. ശരിക്കും നമ്മളൊരു ബസ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവർ ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ 2.5 മണിക്കൂർ കൂടുമ്പോൾ നിർത്തും. നമ്മൾ കാറിനായതുകൊണ്ട് നമുക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ടയേർഡാകുമ്പോൾ നിർത്തുക വണ്ടി. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ലഞ്ചെല്ലാം കഴിച്ച് വീണ്ടും ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഓവേർൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സെൻട്രൽ ഫ്രാൻസിലുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൽ വോൾക്കാനോ ഉള്ളൊരു പ്രദേശം കൂടിയാണിത്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ട് സ്പ്രിങ്സും ഉണ്ട്. കൃഷിസ്ഥലത്ത് വൈക്കോല് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രാൻസിൽ ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നൊരു സ്ഥിരം കാഴ്ചയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു പട്ടണമാണ് ക്ലെർമോ-ഫെറോ. കാണുന്നതെല്ലാം ഇനാക്റ്റീവ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ് ആണ്. അതുപോലെ തന്നെ ആ മലയുടെ താഴ്വാരത്ത് കാണുന്നതാണ് ക്ലെർമോ-ഫെറോ എന്ന പട്ടണം. നമ്മളിപ്പോൾ ഉള്ളത് മയോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയൊരു പാലമുണ്ട്. അപ്പോൾ ഈ പാലം കാണാൻ വേണ്ടിയും കൂടിയാണ് നിർത്തിയത്. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇതൊരു എന്താ പറയുക റെസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെയും ടോയ്ലറ്റും കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ അടിപൊളി വ്യൂ ആണ്. ഒക്കെ പാലം കാണാം. ഇതാണ് ആ പാലം. ഭയങ്കര ഹൈറ്റിലാണ് ഈ പാലം നിൽക്കുന്നത്. ഈ നിലത്ത് കാണുന്നതാണ് മയോ എന്ന് പറഞ്ഞ പട്ടണം. മയോ അല്ല, ഈ മയോ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്. ഇത് ആളുകളൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ താഴേക്കാണാണ് മയോ എന്ന് പറഞ്ഞ പട്ടണം. ഇവിടത്തെ പാലമുണ്ട്. എന്താണ് ആ പാലം? ഇനി നമ്മൾ ഈ പാലത്തിൽ കൂടിയാണ് പോകാൻ പോണത്. മയോ ഇപ്പോൾ 6:10 അത് കാരണം ഞങ്ങൾ നേരെ പോവുകയാണ്. അധികം നേരം നിൽക്കുന്നില്ല അവിടെ. കാരണം ക്യാമ്പിങ് 7 മണിക്ക് ചെല്ലണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ 7:30 ആകുമ്പോൾ എത്തുള്ളൂ. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7:30 കഴിഞ്ഞിട്ട് പിന്നെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പം തന്നെ പോകണം. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോവുക. എല്ലായിടത്തും ഞാൻ മയോ എന്നാണ് പറയുന്നത്. ശരിക്കും ഈ വില്ലേജിൻ്റെ പേര് മിയോ എന്നാണ്. ഇതൊരു മെഡീവൽ വില്ലേജാണ്. ഏകദേശം 22,000-ഓളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് ഇവിടുത്തെ റെസ്റ്റ് ഏരിയ ആണ്. പക്ഷെ ഇവരിവിടെ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, പഴയ രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു മെഡീവൽ വില്ലേജാണ് മിയോ എന്ന് പറയുന്നത്. അപ്പം ആ വില്ലേജിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി അവർ ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റ് ഏരിയ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ക്യാരവാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാരവാന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. കാരണം ഈ പാർക്കിംഗ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. മറ്റേ കാറുകൾ പാർക്ക് ചെയ്യണത് ഹൊറിസോണ്ടലി ആണെങ്കിൽ ഈ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടത് നേരെയാണ്. അതുകൊണ്ട് എളുപ്പത്തിന് വണ്ടി റിവേഴ്സ് എടുത്ത് അല്ലെങ്കിൽ നേരെ തന്നെ പോവാം. ഇപ്പോൾ ഈ കിടക്കുന്ന കണ്ടില്ലേ, ഇതാണ് ക്യാരവാൻ. നമ്മുടെ കയ്യിലുള്ളതും ക്യാരവാൻ. പിന്നെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ക്യാരവാൻ മടക്കാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകണം. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കയറി താമസിക്കാം. പക്ഷെ നമ്മുടേത് ഇതുപോലെ നമ്മൾ യാത്ര ചെയ്യണ സമയത്ത് നമുക്കിത് മടക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ ക്യാമ്പിങ് ചെന്ന് കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറണം. ഈ കിടക്കുന്നത് RV ക്യാമ്പർ വാൻ. പലതിനും പല ഉപയോഗങ്ങളാണ്. നമ്മുടെ ഉപയോഗത്തിന് ഇത് മതി കാരവാൻ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിൽ കൂടിയാണ് കേട്ടോ. മിയോ വയഡക്റ്റ് എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമാണിത്. 343 മീറ്റർ അല്ലെങ്കിൽ 1125 അടിയാണ് ഈ പാലത്തിൻ്റെ ഉയരം. അതുപോലെ തന്നെ 2460 മീറ്ററാണ് ഈ പാലത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. ഏകദേശം 2.5 കിലോമീറ്റർ. 32 മീറ്റർ വീതിയുമുണ്ട് ഈ പാലത്തിന്.
അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ ചെറിയൊരു ടൗണിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വില്ലേജുകളിലും ടൗണുകളിലും ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ ടൗണിൽ എന്തോ ഫെസ്റ്റിവലാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഏകദേശം 2.5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇവിടം വരെയും ഹൈവേയിൽ കൂടിയതാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ എന്നാലും കുന്നുകളും മലകളെല്ലാം കയറാനുണ്ടായിരുന്നു. അവിടുത്തെ സ്പീഡ് ലിമിറ്റ് ആണെങ്കിൽ 130 കിലോമീറ്റർ ആയിരുന്നു. ഏകദേശം 1000 മീറ്റർ ഉയരത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ടാണ് അത്രയും സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും ഒരു ഗ്രാമത്തിലെത്തി. വളരെ ഭംഗിയുള്ള ഒരു ചെറിയ ഗ്രാമം. അങ്ങനെ ആ ഗ്രാമവും കടന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ഇനിയാണ് ശരിക്കിനുള്ള കയറ്റം. അങ്ങനെ തന്നെ ഞങ്ങൾ 7 എന്ന പ്രദേശത്തേക്ക് എത്തി. ഇവിടെയാണ് ഞങ്ങളുടെ ക്യാമ്പിങ്. ഞങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഇത് തന്നെയാണ്. ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ കൂടി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലത്തെ റോഡാണ് ഓർമ്മ വരുന്നത്. ഇടുക്കിയിലേക്ക് പോലെ എയർപിൻ വളവുകളും വീതി വളരെ കുറഞ്ഞ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള റോഡ്. ഞങ്ങൾ രാവിലെ 10 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പാരീസിൽ നിന്ന്. ഏകദേശം 650ഓളം കിലോമീറ്റർ ഓടി ഞങ്ങൾ ക്യാമ്പിങ്ങിലെത്തിയത് 8 മണിക്കാണ് വൈകുന്നേരം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ ബാക്ക് സൈഡ്. തൊട്ട് പുറകെ തന്നെ റിവറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ക്യാരവാൻ ഒന്ന് സെറ്റ് ചെയ്യാനും കൂടിയുണ്ട്. ഞങ്ങളുടെ ക്യാരവാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.